ലിസ്റ്റിന് അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലിസ്റ്റിൻ ആ സമരത്തിനും പിന്താങ്ങുന്നില്ല, ലിസ്റ്റിൻ സമരത്തിന് യോജിപ്പല്ല എന്ന് ലിസ്റ്റിൻ വെട്ടിത്തുറന്ന് പറഞ്ഞു. പക്ഷെ അന്ന് പ്രഖ്യാപിച്ചത്, അന്ന് ഞാൻ പോയിരുന്ന പത്രസമ്മേളനം ഞാൻ ചോദിച്ച ചോദ്യമാണ് ജൂൺ 1-ാം തീയതി അനിശ്ചിതകാല സമരം തുടങ്ങും, അതിന് മുമ്പ് ഒരു സൂചനാ പണിമുടക്കം ഉണ്ടാവുന്നവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം സൂചനാ പണിമുടക്കം ഉണ്ടാവും. അങ്ങനെ ഒരു സൂചനാ പണിമുടക്ക് വരുമ്പോൾ നിങ്ങൾ അഭിനയിക്കുന്ന സിനിമകൾ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ അന്ന് നിങ്ങളുടെ ഒരു ഡേറ്റ് മാറി, സിനിമ ഇരിക്കുന്ന ഒരു സിനിമയില്ല പോയവിടെ. അല്ലെ, സൂചന പണിമുടക്ക് വരുമ്പോൾ നമ്മൾ അഭിനയിക്കുന്ന ഒരു സിനിമ നിന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സിനിമക്കാർ മാത്രമാണോ സമരം? നമ്മൾ ഒരു ബന്ധമില്ലാണ്ട് വടക്കേന്ത്യ നടന്ന കാര്യത്തിന് ഇവിടെ ഹർത്താൽ നടത്തിയിട്ട് ഞങ്ങളുടെ എന്തോ ഒരു സിനിമ നിന്നുപോണ്. അപ്പം സിനിമയുടെ അകത്ത് കിടക്കുന്ന ഒരു കാര്യമല്ലേ, അത് നോക്കാനൊന്നുമില്ല. ഇപ്പൊ ഒരു ദിവസം അര ദിവസമൊക്കെ ആണെങ്കിൽ എപ്പോഴും ഒരു സമരം എന്നുള്ളതിൽ അതിന്റെ ഒരു ഗുഡ് കോസിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ നിൽക്കും. ഇത് അനിശ്ചിത കാലത്തേക്ക് ഇത് അടച്ചിടാൻ പറ്റില്ല, അവർക്കും പറ്റില്ല, ആർക്കും പറ്റില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു എത്രയോ നാൾ അനിശ്ചിതമായിട്ട് കേരളത്തിൽ അങ്ങ് സിനിമ ഇല്ലാണ്ടായി പോയി എന്നൊന്നും വരില്ല. അതിനു മുമ്പ് ഇതൊക്കെ ചർച്ച ചെയ്ത് വട്ടം കൂടിയിരുന്ന് പരിഹരിക്കും.